താമരയിലെ പൂക്കളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇലകൾ മാത്രമായി നിൽക്കുന്ന സമയത്താണ് റീപോട്ട് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ട്യൂബർ കളക്ട് ചെയ്യേണ്ടത്. നമ്മളെപ്പോഴും താമര വളർത്തുന്നതിൻ്റെ കൂടെ തന്നെ ആ പാത്രത്തിൽ ഗപ്പികളെയും പായലും വളർത്താറുണ്ട്. കൊതുകുകൾ വന്ന് മുട്ടയിട്ട് പെരുകുന്നത് തടയുവാൻ വേണ്ടിയാണ് എപ്പോഴും താമരക്കുളത്തിൽ ഗപ്പികളെ വളർത്തുന്നത്. പൂക്കളൊക്കെ കഴിഞ്ഞ് ഇലകൾ മാത്രമായിരിക്കുന്ന താമരയാണ് ട്യൂബർ കളക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ എടുക്കുന്നത്. ഒരു കത്തി ഉപയോഗിച്ച് ഇതുപോലെ ഇതിലെ ബാക്കി വരുന്ന ഇലകൾ കട്ട് ചെയ്ത് മാറ്റുകയാണ് ആദ്യം വേണ്ടത്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് അമേരി കമേലിയ എന്ന ഇനത്തിൽപ്പെട്ട താമരച്ചെടിയാണ്. താമര വളർത്താൻ തുടക്കക്കാർക്ക് ഏറ്റവും ഈസിയായി വളർത്താൻ പറ്റുന്നതാണ് അമേരി കമേലിയ. പ്രത്യേകിച്ച് കൂടുതൽ പരിചരണങ്ങളൊന്നും ഇതിന് ആവശ്യമില്ല. നമ്മളിതിൽ നിന്ന് ട്യൂബർ കളക്ട് ചെയ്യുന്നത് ഇതുപോലെ 2 കൈയും ഉപയോഗിച്ച് അടിയിലേക്കിട്ട് അതിൻ്റെ ട്യൂബർ പതുക്കെ പുറത്തേക്ക് എടുക്കുകയാണ്. ഒരു കാറ്റൊഴിഞ്ഞ റബ്ബർ ട്യൂബ് പോലെ ചുരുണ്ട് കിടക്കുകയായിരിക്കും ഇതിനകത്ത് ട്യൂബർ. നമ്മൾ പതുക്കെ പുറത്തേക്ക് എടുത്തതിന് ശേഷം ഒരു പമ്പ് ഉപയോഗിച്ച് വെള്ളം അടിച്ചു കൊടുത്താൽ പെട്ടെന്ന് തന്നെ ട്യൂബറിൽ നിന്ന് ചെളിയൊക്കെ മാറി വൃത്തിയായി കിട്ടും. ഈ ട്യൂബറാണ് നമ്മൾ മറ്റ് താമരച്ചെടികൾ ഉണ്ടാക്കുവാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. ഒരു താമരച്ചെടിയിലെ പൂക്കളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇതുപോലെ നോക്കുകയാണെങ്കിൽ 8-10 ട്യൂബറൊക്കെ കിട്ടാറുണ്ട്. അപ്പോൾ 10 ചെടിയിലേക്ക് വീണ്ടും റീപോട്ട് ചെയ്യുന്നതിന് വേണ്ടി ഈ ട്യൂബർ ഉപയോഗിക്കാം. ഞാൻ എൻ്റെ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു താമരച്ചെടി നടുന്ന വിധങ്ങളൊക്കെ. ഇതിന് ശേഷം താമരച്ചെടി നടുന്ന വിധം ഉള്ള ആ വീഡിയോ കൂടി കണ്ടാൽ ഒരു താമര വളർത്തുന്നവർക്ക് എങ്ങനെയാണ് താമര വളർത്തേണ്ടതെന്നും അതിൻ്റെ ട്യൂബർ കളക്ട് ചെയ്യേണ്ടതെന്നും ഒരു ഐഡിയ കിട്ടുന്നതായിരിക്കും. ഇപ്പോൾ എൻ്റെ കയ്യിൽ ഒരു 8ഓളം അമേരി കമേലിയ എന്ന ഇനത്തിൽപ്പെട്ട താമരയുടെ ട്യൂബർ ഉണ്ട്. ആവശ്യക്കാരെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞാൽ ട്യൂബർ ഞാൻ അയച്ചു തരുന്നതാണ്. വളരെ ഈസിയായി ബിഗിനേഴ്സിന് ചെയ്യാൻ പറ്റിയതാണ് അമേരി കമേലിയ ഇനം. നിറച്ച് പൂക്കൾ ഉണ്ടാവുകയും ചെയ്യുന്നതാണ്. നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ അതിന് ലൈക്കും കമൻറ്റും തരണേ.